അതിശക്തമായ കാറ്റോടുകൂടിയ മഴയാണ് ഇന്ന് വിവിധ ജില്ലകളിൽ ഉണ്ടായത്. വാൽപ്പാറയിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് 4 വയസ്സുകാരൻ മരിച്ചു. വാൽപ്പാറ ഷേക്കൽമുടി മുത്തുകുമാരന്റെ മകൻ മുകിലനാണ് മരണപ്പെട്ടത്. കുട്ടി അംഗനവാടിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു അപകടം. കൊല്ലം മുണ്ടയ്ക്കൽ പാപനാശത്തിന് സമീപം ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി ഫെൽക്കിൻസനാണ് മരിച്ചത്. പരവൂരിൽ ശക്തമായ കാറ്റിൽ പരമ്പരാഗത വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 4 പേരും നീന്തി രക്ഷപ്പെട്ടു. പത്തനംതിട്ട പന്തളം ചേരിക്കലിൽ കാറ്റിൽ തേക്ക് മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ചിറ്റാർ വെട്ടോലിപ്പടി സ്വദേശിയുടെ വീടിന് മുകളിൽ മരം വീണ് 2 വയസ്സുകാരിക്ക് പരിക്കേറ്റു. തിരുവല്ല പെരിങ്ങര സ്വദേശി ചാക്കോയുടെ വീടിന്റെയും കാലിത്തൊഴുത്തിന്റെയും മുകളിലേക്ക് മരം വീണു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. അമ്പലപ്പുഴയിൽ മരം കടപുഴകി വീണ് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. നിലമ്പൂർ സ്വദേശി താജുദ്ദീനാണ് അപകടത്തിൽപ്പെട്ടത്. കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ തിരയിൽ തോട്ടപ്പള്ളി ഹാർബറിൽ നങ്കൂരമിട്ടിരുന്ന 3 വള്ളങ്ങൾക്ക് കേടുപാട് പറ്റി. കോട്ടയം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറയ്ക്ക് സമീപം ചീയപ്പാറയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം പൊന്മുടിയിലും രാവിലെ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായിരുന്നു. പൊന്മുടിയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട്. അതിരപ്പിള്ളി ടിക്കറ്റ് കൗണ്ടറിന് സമീപം മരം കടപുഴകി വീണു. വനപാലകരും നാട്ടുകാരും ചേർന്ന് റോഡിലേക്ക് വീണ മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.